പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 28 നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആരംഭ ദിവസം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചില്ലേ? അതിന് കർത്താവിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അമ്മേൻ ഈ പ്രഭാതത്തിൽ ഉണർത്തിയില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയാം. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ, അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ പരിപാലനത്തിനായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 40-ാം സങ്കീർത്തനത്തിൽ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. കർത്താവ് എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. കർത്താവിൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവർ മുഖം ലജ്ജിച്ചു പോയില്ലെന്നുള്ള തിരുവഴുത്തിനായിട്ട് സ്തോത്രം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എന്ന തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന് ദൈവം അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനുകളും ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി വിട്ടുമാറട്ടെ. പൂർണ്ണ സ്വസ്ഥത തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അമേൻ. അതുപോലെ കർത്താവേ, അമേൻ, കൊച്ചു കുഞ്ഞുങ്ങൾ, രോഗത്താൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കണം, പൂർണ്ണ ആരോഗ്യം കൊടുക്കണം, പൂർണ്ണ വിടുതൽ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവിക അത്ഭുതങ്ങൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. കർത്താവെ, ബിസിനസ്സിൽ മാന്ദ്യം അനുഭവിക്കുന്നവർ അതിനകത്തുനിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ലോൺ എടുത്തു, അമേൻ, പലരുടെയിൽ നിന്ന് കടങ്ങൾ മേടിച്ചു, അതൊന്നും അടയ്ക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ കർത്താവ് അത്ഭുതം ചെയ്യണം. ദൈവിക പ്രവൃത്തി നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ മേലും അത്ഭുതം ചെയ്യണം. ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആരംഭ ദിവസത്തിൽ കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നത്തെ ദിവസം കാണുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ഈ പ്രാർത്ഥനയും ഉപവാസവും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ. ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടെ ഇരിക്കട്ടെ. സ്തോത്രം. നമുക്കൊരുമിച്ച് ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഈ 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് ഇന്നത്തെ പ്രാർത്ഥനയും ഉപവാസവും കാരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, ടോപ്പിക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്ന ആലോചന പോലെ ഒരു ഉണർവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. തൻ്റെ ജനത്തെ അതിനുവേണ്ടി ഒരുക്കണം. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവിക നന്മകളെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകാൻ. പകൽക്കാലം ബൈബിൾ വായിക്കുവാനും
ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിനോട് കൂടെ ഇരിക്കുവാനും ഒക്കെ സമയം ചെലവഴിക്കണം. ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ കർത്താവിൻ്റെ 3 ദിവസം നമ്മൾ മാറ്റിവെക്കുക കർത്താവിന് വേണ്ടി. അപ്പം നമ്മൾ നമ്മുടെ ജോലിയുടെ സമയത്താണെങ്കിലും നമ്മൾ പ്രവർത്തന സമയത്തൊക്കെയും കർത്താവിനോടുള്ള ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ കർത്താവിൻ്റെ അടുക്കലാണ് ഇരിക്കുന്നുള്ള ഒരു തിരിച്ചറിവിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനും കർത്താവിനോട് ചേർന്നിരിക്കുവാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് തക്ക സമയത്ത് എത്തണം. ഇന്ത്യൻ സമയം 9:30 നമുക്ക് കർത്താവ് അനുവദിച്ചാൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിങ്ങൾ തക്ക സമയത്ത് എല്ലാവരും എത്തിച്ചേരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 107-ാം സങ്കീർത്തനത്തിൽ 6-ാമത്തെ വാക്യം ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ഒരു നന്ദി സൂചകമായി എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ കരുണയെക്കുറിച്ചും ദൈവിക വിടുതലിനെ കുറിച്ചുമൊക്കെ അതിനകത്ത് നമുക്ക് മുകളിലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുക, അവരുടെ പ്രശ്നത്തിന്റെ നടുവിൽ അവർ കർത്താവിനോട് എന്ത് ചെയ്തു? നിലവിളിച്ചു. കർത്താവ് എന്ത് ചെയ്തു? അവരെ വിടുവിച്ചു. അതാണ് പ്രത്യേകത. ഈ ഉപവാസത്തിൽ നിങ്ങൾ ഇവിടൊക്കെ ഞെരുക്കപ്പെട്ടിരിക്കുന്നു, അതിനകത്തു നിന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിപ്പാൻ മതിയായവനെ. നമ്മളത് വിശ്വസിക്കണം. നമ്മളിങ്ങനെ ഞെരുങ്ങിയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഫറവോന്റെ അടിമത്തത്തിൽ പഴയ നിയമസഭ ഞെരുക്കപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നും അവരുടെ നിലവിളി കേട്ട് മോശയെ അയച്ച് ദൈവം എന്ത് ചെയ്തു? അവരെ വിടുവിച്ചു. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകളുടെയും ഉപവാസത്തിൻ്റെയും ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സകല കഷ്ടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കുന്ന ദിവസങ്ങളായിത്തീരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ പ്രാർത്ഥനയോടുകൂടെ വേണം ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുവാൻ. ഈ വചനം നിങ്ങൾ മറക്കരുത്. ഈ വചനം നിങ്ങൾ എപ്പോഴും പറഞ്ഞു, ഞങ്ങളെ ഇന്ന് വിടുവിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്. അത് സാമ്പത്തിക ഞെരുക്കമാണോ, ശാരീരികമായ ബുദ്ധിമുട്ടുകളാണോ, അല്ലെങ്കിൽ ജീവിതത്തിലെ എന്താണെങ്കിലും, എന്ത് തരത്തിലുള്ള ഞെരുക്കങ്ങളാണെങ്കിലും അതിനകത്തുനിന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് കേട്ടോ. അതിനകത്തും നമ്മളെ പുറത്തു കൊണ്ടിരുന്ന നല്ല കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന വിഷയങ്ങളിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണം, ഈ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണം. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ആ വിഷയത്തിനകത്തുനിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം അവിടെ പറയുന്നു, സങ്കീർത്തനക്കാരൻ എന്നാ പറയുന്നത്? കർത്താവിൻ്റെ ഒരു സിസ്റ്റമാണ്. അവർ കഷ്ടതയിൽ അവർ ആ ഞെരുക്കിയിരിക്കുന്ന സമയത്ത് കർത്താവിനോട് എന്ത് ചെയ്തു? കർത്താവേ ഞങ്ങളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? അവരെ വിടുവിച്ചു. അവരെ പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവരുവാൻ ഇടവന്നു. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആരംഭ ദിവസത്തിൽ ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. കർത്താവ് ഞങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ തരത്തിലുള്ള മാനസിക ഞെരുക്കങ്ങളിൽ നിന്നും, ആത്മീകമായ ഞെരുക്കങ്ങളിൽ നിന്നും, ആമേൻ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും, പാരമ്പര്യമായി ഉണ്ടായ ചില ഞെരുക്കങ്ങൾക്കകത്തുനിന്നും ഒക്കെയും ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിവസത്തിൽ കർത്താവെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ സകല ഞെരുക്കങ്ങളിൽ നിന്നും അങ്ങ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് നിലവിളിക്കുന്നവരെ, വിളിച്ചപേക്ഷിക്കുന്നവരെ, ചോദിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവമാണല്ലോ. ഞാൻ യേശുവിൻ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ഞെരുക്കങ്ങളിൽ നിന്നും ഇവർ വിടുവിക്കപ്പെടുന്നതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കരങ്ങൾ ഉയർത്തി പറയാം. നമ്മുടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.